ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമാണ് മലയാള സിനിമയിലെ അഭിനേതാക്കൾക്ക് പുറമെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അന്യഭാഷ താരങ്ങൾക്കടക്കം അവരുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് എത്തിത്തുടങ്ങിയത്. മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞ നടി ചാർമിള കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. മലയാള സിനിമയിൽ നേരിട്ട് അങ്ങേയറ്റം മോശമായ പെരുമാറ്റമാണെന്നും 28 പേർ മോശമായി പെരുമാറിയെന്നുമാണ് ചാർമിള പറഞ്ഞത്. മലയാള സിനിമയിൽ നിന്ന് ഇതിനോടകം തന്നെ നിരവധി പേരാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരും ഉണ്ടെന്ന് ചാർമിള വെളിപ്പെടുത്തിയിരുന്നു. ചാർമിളയും ദുരനുഭവം വെളിപ്പെടുത്തി രംഗത്തെത്തിയതിനും മോഹൻലാലിന്റെ പ്രസ് മീറ്റിനെ കുറിച്ചും അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. മോഹൻലാലിനോട് പരാതി പറയാൻ പലർക്കും മടിയുണ്ടെന്നും അമ്മയുടെയും FKയുടെയും നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ചാർമിളയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയ്ക്ക് ഉള്ളവരാണ്. സ്റ്റുഡിയോയ്ക്കുള്ളിൽ നടന്മാർ വരാറില്ല. കാബൂളിവാല സിനിമയിൽ ഞാനാണ് അവർക്ക് ഡബ്ബ് ചെയ്തത്. പക്ഷെ അവർക്കതറിയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളതൊന്നും ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ എന്നോ നടന്ന കാര്യങ്ങളാണ് ചാർമിള അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത്. അതിനൊരു പ്രതിവിധി നമുക്ക് വേണം. സത്യം പുറത്തു വരണം. ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം. പക്ഷെ വൈകരുത്. നിയമം നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കണം. അപ്പോഴാണ് നിയമത്തിന് കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങൾ നീക്കാൻ സാധിക്കും. വിക്ടിം പരാതി പറയുമ്പോൾ അത് നടന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ട ആരോപണ വിധേയന്റെ ബാധ്യതയാണ്. പക്ഷെ കാലതാമസം നേരിടും. എത്ര വർഷങ്ങൾ ഇത് കടന്നു പോകും. അതേസമയം നമ്മുടെ കയ്യിൽ ശക്തമായ തെളിവുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് തെളിവുണ്ടാക്കാനാണ് പാട്. ടെക്നോളജി വളർന്നു. 2024 എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല. ഭയപ്പെടുന്നുവെന്ന് പറയുന്നു. ഇനി വരുന്ന തലമുറയ്ക്കായി മനസ്സമാനത്തോടു കൂടെ ജോലി ചെയ്യാനുള്ള ഇടമുണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ പലരുമാണ്. എങ്കിലേ ചരിത്രമുണ്ടാവൂ. അത് സ്ത്രീകൾ മനസ്സിലാക്കണം. ഓരോ പ്രാവശ്യവും ഒരു സംവിധായകൻ മോശമെന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അയാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ വ്യക്തമായ മറുപടി കൊടുത്ത ശേഷം പിന്നീട് ഒരാൾ പോലും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ ആർക്കും ധൈര്യവുമില്ല. മോഹൻലാലിന്റെ പ്രസ് മീറ്റിന്റെ ചില ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് വ്യക്തത കിട്ടിയിട്ടില്ല. ഞാൻ യാത്രയിലുമായിരുന്നു. ഇനി വേണം അദ്ദേഹത്തിന് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അമ്മയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണമെന്നുള്ളതാണ്. പുരുഷന്മാരെ മാറ്റി നിർത്തണമെന്നല്ല. നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ചെന്ന് കൊടുക്കാനുള്ള ധൈര്യം വരും. ഇന്ന് പലർക്കും മോഹൻലാലിന്റെ അടുത്ത് പോയി പരാതി പറയാനുള്ള മടി ഉണ്ടാകും. ഒരു സെൽഫി ചോദിക്കാനുള്ള ധൈര്യം മാത്രമേ ഉണ്ടാകൂ. അല്ലാതെ പരാതി പറയാനുള്ള ധൈര്യം പലർക്കും ഉണ്ടാകില്ല.